ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്കോഡ കൈലാക്കിന്റെ ബേസ് ക്ലാസിക് വേരിയന്റ് ആണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഈ വാഹനം ഈ ഓണത്തിന് നിങ്ങൾക്ക് 9,95,000 രൂപ ഓൺ റോഡ് പ്രൈസിന് ലഭിക്കും. അതായത് ബേസ് വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ആക്സസറീസും ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഈ ആക്സസറീസ് എല്ലാം ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്കോഡ കൈലാക്കിന് 77,000 രൂപ വരെ ടോട്ടൽ ഓണം ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തമാണ് 77,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നത്. കൈലാക്കിന് മാത്രമല്ല, നമ്മളുടെ കുഷാക്കിന് 1,34,000 രൂപ വരെയും സ്ലാവിയയ്ക്ക് 95,000 രൂപ വരെയും ഓണം ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എന്തെല്ലാം ആക്സസറീസ് ആണ് ഷോറൂമിൽ നിന്ന് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്, കൈലാക്കിന്റെ ഓണം ഓഫറിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സ്കോഡ കൈലാക്കിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക് വേരിയന്റ് ആണ്. ഈ വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്പെഷ്യൽ എഡിഷൻ സ്കോഡ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്പെഷ്യൽ എഡിഷൻ നമുക്ക് 3 കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു കാർബൺ ഫിനിഷ് വരുന്ന ഒരു കളർ വരുന്നുണ്ട്. ഈ 3 കളറിലാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ സ്പെഷ്യൽ എഡിഷനിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 80,000 രൂപയുടെ അടുത്താണ് നിങ്ങൾക്ക് പ്രൈസ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അതിന് വെർത്തായിട്ടുള്ള ആക്സസറീസ് ഇതിനകത്ത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസിക് വേരിയന്റിന്റെ ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,59,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,10,000 ഈ സ്പെഷ്യൽ എഡിഷൻ ഇപ്പോൾ ഈ ഓണം ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് 9,95,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ ഒരു കാണുന്ന ലുക്കിലായിരിക്കും നിങ്ങൾക്ക് ഈ വാഹനം ലഭിക്കുക. അതിപ്പോൾ വൈറ്റ് ആണെങ്കിലും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഈ ഓണത്തിന് പിന്നെ അഡീഷണൽ ഒരു ഓഫർ വന്നിരിക്കുന്നത് സ്കോഡ വാഹനങ്ങൾക്കെല്ലാം 6 കൊല്ലം വരെയുള്ള വാറണ്ടി കാര്യങ്ങളും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഈ അഡീഷണൽ ക്യാഷ് ബെനിഫിറ്റ് കൂടാതെയാണ് ഈ 6 കൊല്ലം വരെ വാറണ്ടി കാര്യങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതാരും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. പക്ക ഒരു ടോപ്പ് എൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലാണ് ശരിക്കും ഈ ആക്സസറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വാഹനം വരുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ടാണ് കൈലാക്കിൽ വരുന്നത്. 1-2 ഫീച്ചേഴ്സിലൊരു ഡിഫറൻസ് മാത്രമാണ് മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ വേരിയൻറ്റ് തൊട്ട് നമ്മളുടെ സിഗ്നേച്ചർ പ്ലസ് വേരിയൻറ്റ് വരെ എക്സാക്ട് സിമിലർ ലുക്കാണ്. പ്രസ്റ്റീജ് പ്ലസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സൺറൂഫ് പോലെയുള്ള കാര്യങ്ങളും അതിനകത്ത് ആ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റൊക്കെ അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വരുന്നത്. ഇനി ഈ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് LED DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഡ്യുവൽ സ്ലോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന LED ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ ടോപ്പ് പോർഷൻസിലെല്ലാം ഒരു സിൽവർ ലൈൻ കാണാം. ബേസ് വേരിയൻറ്റ് തൊട്ട് സിഗ്നേച്ചർ പ്ലസ് വേരിയൻറ്റ് വരെ ഈ ഒരു സിമിലർ ലേഔട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ, ആ ബട്ടർഫ്ലൈ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻസ് കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 189 mm ആണ് കൈലാക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 360 ക്യാമറയും ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ലുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു ആക്സസറി ചെയ്ത വാഹനം. പിന്നെ ഫ്രണ്ടിൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് വരുമ്പോഴുള്ള ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫും കൂടിയും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, മിററും ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ക്ലാസിക് പ്ലസുമായിട്ട് അല്ലെങ്കിൽ ക്ലാസിക് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം അതാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ശരിക്കും അലോയ് വീൽ വരുന്നില്ല. ഇത് 16 ഇഞ്ച് അലോയ് വീൽസ്, അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇതും ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 205 60 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. പിന്നെ മിറേഴ്സിൽ നമുക്ക് 360 ക്യാമറ വേണം. അതിൻ്റെ ഒരു ക്യാമറ കാണാം. ആദ്യം പറഞ്ഞാണ് മിറേഴ്സ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ഇതാരും ഒരു ബേസ് വേരിയൻ്റ് ആണെന്നൊന്നും ഇപ്പോൾ പറയില്ല. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല. നമുക്കൊരു UV കട്ട് ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതിനകത്ത് ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ബാക്കിലൊരു ആൻറ്റിന കാണാം. സൺറൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ക്ലാസിക് പ്ലസ് വേരിയൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സൺറൂഫ് ഓട്ടോമാറ്റിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് വേരിയൻ്റായ ക്ലാസിക് പ്ലസ് ആണ്. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഈ ഒരു കളർ, ഈ ചെറിയ റെഡ് കളർ ബ്ലാക്ക് കോമ്പിനേഷനിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് നിങ്ങൾക്കറിയാം 3995 mm ആണ്. വീൽ ബേസ് പക്ഷേ 2566 mm വീൽ ബേസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്.
ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് സിമിലറാണ്. മറ്റ് വേരിയൻറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക്, അതായത് ക്ലാസിക് പ്ലസ് വേരിയൻ്റ് ഓൺവേർഡ്സ് അല്ലെങ്കിൽ സിഗ്നേച്ചർ വേരിയൻ്റ് ഓൺവേർഡ്സ്, നമുക്കിവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ വാഹനത്തിൽ എന്തോ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് ക്ലാഡിങ് ഇല്ലാത്ത ഒരു ബാക്ക് വശമാണ്. മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ബാക്ക് വൈപ്പർ, വാഷർ, D4 വരുന്നില്ല എന്നുള്ളതാണ് ഡിഫറൻസ്. സിഗ്നേച്ചർ പ്ലസ് വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് ആ ബാക്ക് വൈപ്പർ കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് വരുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഒരു സ്പോയിലറും കൂടി ബാക്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കിങ്ങിലേക്ക് ഈ വാഹനം മാറും. നമ്മൾ പറഞ്ഞ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്കോഡയുടെ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. കൈലാക്ക്, വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. എല്ലാ വേരിയൻറ്റുകളും LED ടൈൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻ റിഫ്ലക്ടറാണ്. ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ആ ഒരു ബെമ്പറിൻ്റെ പോർഷനും നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് വരുന്നത്. നമ്മുടെ നമ്പർ പ്ലേറ്റിനുള്ള അകത്തുള്ള ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ ഒരു വാഹനത്തിന് ബേസ് വേരിയൻറ്റിൽ ഹെഡ് റെസ്റ്റ് പോലും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ നമുക്ക് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. നമുക്ക് സ്പെയർ വീല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു വാഹനത്തിലെ സ്പെയർ വീലും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 446 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് കാണാം. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അകത്തെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് ഡോർ പാഡിലെല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലുള്ള ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ഇപ്പോൾ നമ്മൾക്ക് ഓഫ് ചെയ്തൊരു പൊസിഷനിലാണ്. പിന്നെ പാർക്ക് ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ആ 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. AC വെൻറ്റ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. അകത്ത് ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. കൈലാക്ക് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആക്സസറി ചെയ്ത വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്സസറി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതിനകത്ത് ഒരു 360 ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 4 സ്പീക്കറും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല HD ക്ലാരിറ്റിയിലുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 360 ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ്, അത് നല്ല HD ക്ലാരിറ്റിയുള്ള 360 ക്യാമറ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ വാഹനത്തിൽ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പോലെ രീതിയിൽ നമുക്ക് ആ ഒരു ക്യാമറയും ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. അങ്ങനെ അത്യാവശ്യം 360 ക്യാമറ ആക്സസറി ആയിട്ട് ചെയ്തതാണെങ്കിലും ടോപ്പ് എൻഡിൽ പോലും ഇല്ലാത്ത അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ലഭിക്കുന്നുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് സ്റ്റിയറിംഗ് വീല് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഫുൾ ബ്ലാക്കിലാണ് വരുന്നത്. നമുക്ക് നടുക്ക് മാത്രം സ്കോഡയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വലതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസുമാണ് ഇതിനകത്ത് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക കൺട്രോൾസ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്റർ, RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും അനലോഗാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഡിം ആവുന്നത് കാണാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്താണ് അത് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ക്രീനാണ്. 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ. നല്ല മ്യൂസിക് ക്ലാരിറ്റി തരുന്നൊരു സ്ക്രീൻ തന്നെയാണത്.
യൂട്യൂബൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി പ്ലേ ചെയ്യാൻ പറ്റും. ഫുൾ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ക്ലാസിക് പ്ലസ് വേരിയൻ്റ് എടുത്താൽ കൂടെ ആ വേരിയൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഇൻഡിവിജ്വൽ കോസ്റ്റ് 55,000 അടുത്തങ്ങാണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയും ഒരു 85,000-നാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ സ്പെഷ്യൽ ഓണം ഓഫറായിട്ട് ലഭിക്കുന്നത്. അതിന് താഴെയായിട്ട് AC വെൻസ് കാണാം. AC വെൻസ് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. താഴെ മാനുവൽ AC കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷും ഗിയർ ലിവറിന് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആം റെസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് മിറർ വരുന്നില്ല. നമുക്ക് മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഇതിൻ്റെ USB കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഗ്ലോ ബോക്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ കൂൾഡ് ലൈറ്റ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈവൻ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ഫീലാണ്. പക്ഷേ എന്നാലും കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആക്സസറീസ് ചെയ്ത ക്ലാസിക് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് ബാക്കിലേക്കും സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസും എല്ലാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് ഈ വേരിയൻറ്റ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആം റെസ്റ്റും 60/40 സ്പ്ലിറ്റ് സീറ്റൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സീറ്റിൻ്റെ ബാക്കിലുള്ളൊരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 സീറ്റിൻ്റെ ബാക്കിലും കൊടുത്തിരിക്കുന്നു. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൈലാക്കിൽ വരുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12-13 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പാഴ്സൽ ട്രേ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ചെയ്യാം. ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഹുക്ക് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കോഡയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്കോഡയുടെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളുടെ സ്ലാവിയ ആണെങ്കിലും കുഷാക്ക് ആണെങ്കിലും കൈലാക്ക് ആണെങ്കിലും എല്ലാം ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. സെഗ്മെൻറ്റിലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറാണ് നമ്മളുടെ കൈലാക്ക്. പിന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ ഉള്ള ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ, TSI 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ, 114 HP പവറും 178 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19.68 ഓട്ടോമാറ്റിക്കിന്. മാനുവലിന് 19.17 എങ്ങാണ്ടാണ് ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിലൊരു 14-നും 16-നും ഇടയ്ക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. 0 to 100 ഒക്കെ വെറും 11 സെക്കൻഡ് കൊണ്ട് ഈ വാഹനം റീച്ച് ആകും. നല്ല രസമാണ് ഓടിക്കാൻ കൈലാക്ക്. പിന്നെ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും കൈലാക്കിൻ്റെ ഒക്കെ ഒരു സെക്കൻഡ് വേരിയൻ്റ്, അത് ക്ലാസിക് പ്ലസ് വേരിയൻ്റ് തൊട്ടൊക്കെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഞാൻ കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കാനാണ്. ഓടിക്കാൻ രസമുള്ള ഒരു ഓട്ടോമാറ്റിക്കാണ് ആ വാഹനം. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കൈലാക്കിന് മൊത്തം 77,000 രൂപ വരെ ഓണം ഓഫർ അവൈലബിൾ ആണ്. അത് ഓരോ വേരിയൻറ്റുകളുടെയും ഓഫർ ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഡിഫറൻ്റ് ആണ്. ടോട്ടൽ ബെനിഫിറ്റാണ് 77,000 രൂപ വരെ കിട്ടുന്നത്. ഇതിൽ ക്യാഷ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ 20,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ബോണസ് 30,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 10,000 രൂപ, പിന്നെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളാണ്. അങ്ങനെയാണ് മൊത്തം 77,000 രൂപ വരെ ലഭിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പ്രൈസ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസാണ്. ഈ ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾ ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ അതിൽ താഴെ പ്രൈസിന് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് ഓഫർ നമ്മൾ ഉൾപ്പെടുത്താത്ത പ്രൈസാണ് പറയുന്നത്. കാര്യം ഓരോ വേരിയൻറ്റുകളുടെ ഓഫർ ഡിഫറൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന വേരിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫർ. ഈ
കൈലാക്കിലെ ബേസ് വേരിയൻറ്റ് ക്ലാസിക് വേരിയൻ്റ് ആണ്. അതിന് 7,59,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,10,000 രൂപ. നിങ്ങൾ ഈ കാണുന്ന സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റിന് 995-നാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉൾപ്പെടെ ഈ ഓണത്തിന് ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ കൈലാക്കൊക്കെ എടുക്കുന്നവരെ പലരെയും കൺസേൺ ആണ് സർവീസ് എങ്ങനെയാണ്, സർവീസ് കോസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ. ശരിക്കും കൈലാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ 15,000 കിലോമീറ്ററിലുമാണ് നമുക്ക് സർവീസ് വരുന്നത്. മറ്റ് മാനുഫാക്ചേഴ്സ് എല്ലാം 10,000 കിലോമീറ്റർ കൊടുക്കുമ്പോൾ കൈലാക്ക് 15,000 കിലോമീറ്ററിലാണ് സർവീസ് ഇൻ്റർവെൽസ് വരുന്നത്, അല്ലെങ്കിൽ 1 ഇയർ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഓണത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 കൊല്ലത്തേക്കുള്ള വാറൻറ്റിയാണ് വാഹനത്തിന് ലഭിക്കുന്നത്. അത് സ്കോഡയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഓഗസ്റ്റിൽ എടുക്കുന്നവർക്ക് 6 കൊല്ലം വരെ വാറൻറ്റി ലഭിക്കുന്നുണ്ട്. നോർമൽ സ്റ്റാൻഡേർഡ് വാറൻറ്റി 4 ആയിരുന്നു, ഇത് 6 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വേരിയൻറ്റ് വരുന്നത് ക്ലാസിക് പ്ലസ് വേരിയൻ്റ് ആണ്. 10 ലക്ഷം രൂപയ്ക്ക് ക്ലാസിക് പ്ലസ് മാനുവൽ ഓൺ റോഡ് ഇറക്കാം, സൺറൂഫൊക്കെ വരുന്ന ഒരു വേരിയൻറ്റ്. ഇനി ക്ലാസിക് പ്ലസ് ഓൺവേർഡ്സ് ആണ് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ബേസ് വേരിയൻറ്റ് ക്ലാസിക് പ്ലസ് എന്ന് പറയാം. 11 ലക്ഷം രൂപയാണ് ക്ലാസിക് പ്ലസിന് പ്രൈസ് വരുന്നത്. അതിനറിയാം 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് തേർഡ് വേരിയൻറ്റ് വിളിക്കാവുന്ന സിഗ്നേച്ചർ വേരിയൻ്റ് ആണ്. 1130 സിഗ്നേച്ചറിൻ്റെ മാനുവലിനും സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,70,000 രൂപ. പിന്നെ വരുന്നൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന സിഗ്നേച്ചർ പ്ലസ് വേരിയൻ്റ് ആണ്. പഴയ സിഗ്നേച്ചർ പ്ലസിൽ കുറച്ചധികം ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. റീസെൻ്റ്ലി ഒന്ന് അപ്ഡേറ്റ് വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്, ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സിഗ്നേച്ചർ പ്ലസ് മാനുവൽ ആണെങ്കിൽ 13,20,000 രൂപയും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,40,000 രൂപയാണ് പ്രൈസ്. പിന്നെ ഒരു പ്രസ്റ്റീജ് വേരിയൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞ പുതിയ വേരിയൻ്റ് ആണ്. പ്രസ്റ്റീജ് പ്ലസ് ആണെങ്കിൽ 14,70 മാനുവലിനും ഓട്ടോമാറ്റിക് 15,90 പ്രൈസ് വരുന്നത്. അതായത് 16 ലക്ഷം രൂപ താഴെ കൈലാക്കിൻ്റെ ടോപ്പ് നോച്ച് ഫീച്ചേഴ്സുള്ള ആ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അതാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് സൈഡിൽ 17 ഇഞ്ച് അലോയ്സ്, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇതാണ് കൈലാക്ക്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളൊരു സ്കോഡ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ എൻഡിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഓണത്തിന് വാഹനം ഇറക്കാനായിട്ട് പറ്റും. ബേസ് വേരിയൻ്റ് ഒഴിച്ച് മറ്റെല്ലാ വേരിയൻറ്റുകളും എനിക്ക് തോന്നുന്നു റെഡി സ്റ്റോക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എല്ലാ കളർ ഓപ്ഷൻസും ലഭിക്കുന്നുണ്ട്. ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ആദ്യം പറഞ്ഞോണം കൈലാക്കിന് മാത്രമല്ല നമ്മുടെ കുഷാക്കിനും സ്ലാവിയയ്ക്കൊക്കെ ഓഫറുണ്ട്. കുഷാക്കിന് 1,34,000 രൂപ വരെ ഓഫറും സ്ലാവിയയ്ക്ക് 95,000 രൂപ വരെ ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും എല്ലാ വേരിയൻറ്റുകൾക്കും എല്ലാം 1,34. ഡിപ്പെൻസ് ഓൺ ദ വേരിയൻറ്റ്. നിങ്ങളും എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിലാണ് കുഷാക്കിന് 1,34 വരെയൊക്കെ ഓഫർ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.